എല്ലാവർക്കും നമസ്കാരം. ഐ എം വിധു ഹരിദാസ്, certified nutritionist and a physical and mental wellness promoter. Even when we eat a balanced diet, are we truly getting all the nutrients that our body needs? The answer may shock you. നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് കഴിച്ചാലും നമുക്ക് വേണ്ട പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മളെ മിക്കവാറും ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിനകത്തും നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടിട്ടാണ് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമ്മുടെ ഭക്ഷണത്തിനകത്ത് വന്നു എന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞതാണ്. നമ്മുടെ സോയിൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മണ്ണെന്ന് പറയുന്നത് അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മണ്ണിൻ്റെ ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫാമിംഗ്, പുവറായിട്ടുള്ള ക്രോപ്പ് റൊട്ടേഷൻ, കൂടുതലുള്ള കെമിക്കൽ യൂസിങ്, ഇതെല്ലാം നമ്മുടെ സോയിലിനെ കളഞ്ഞു എന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടായിരുന്നു അല്ലേ. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഗ്രെയിൻസ് ഇതെല്ലാം നമ്മളിപ്പോൾ കഴിക്കുന്നതിൽ പണ്ടുണ്ടായിരുന്നതിലും കുറവ് ന്യൂട്രിയൻസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നവരും അതിനകത്തുള്ള ന്യൂട്രിയൻ കണ്ടൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാണ്ട് നമ്മുടെ ഈ ഫാസ്റ്റ് ലൈഫ് സ്റ്റൈല്, ഭക്ഷണം സ്കിപ്പ് ചെയ്യണ ഒരു പ്രകൃതം, പ്രോസസ്ഡ് ഫുഡിനകത്ത് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സമൂഹം, പൊല്യൂഷൻ, സ്ട്രെസ്സ്, നമ്മുടെ ബോഡിക്ക് ന്യൂട്രിയൻസ് വേണ്ടതൊന്നും കിട്ടണമില്ല, ഈ പറയുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഡെഫിഷ്യൻസീസ് കോമൺ അല്ലേ. ഈവൻ ഇൻ പീപ്പിൾ ഹു തിങ്ക് ദാറ്റ് ദേ ആർ ഹാവിങ് എ ഹെൽത്തി ഡയറ്റ്, അവിടെയും ഡെഫിഷ്യൻസിയാണ്. നമുക്കറിയാം ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ് നമ്മളെ പല അസുഖങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ പല രീതിയിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് നമുക്കെങ്ങനെ അറിയാം? നമുക്ക് അറിയാവുന്ന കുറേ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമുക്കറിയാം. ഒമേഗ 3 മൾട്ടി വൈറ്റമിൻ വേണമെന്നറിയാം, അയോൺ വേണമെന്നറിയാം, B12 വേണമെന്നറിയാം, വൈറ്റമിൻ D വേണമെന്നറിയാം. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. ഇതൊന്നും അല്ലാണ്ട് സ്ഥിരം കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നമുക്ക് കുറേ സാധനങ്ങളുള്ളിലേക്ക് ചെല്ലാനുണ്ട്. എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് നമുക്ക് ബോഡി ഉണ്ടാക്കാത്തത് പലതും പുറത്തുനിന്ന് എടുക്കേണ്ടതുണ്ട്. അതൊക്കെ കിട്ടേണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ കിട്ടേണ്ട പല ന്യൂട്രിയൻസിനെയും അവിടെ കിട്ടണില്ല എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഒരു റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫുഡല്ല. ഫുഡ് കഴിക്കണം, നമ്മൾ കഴിക്കും. സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫുഡല്ല, അതൊരു ബ്രിഡ്ജാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ്. അപ്പം ഒരു സ്പെസിഫിക് ഡെഫിഷ്യൻസി അവിടെ ഉണ്ടെങ്കിൽ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രൊവൈഡ് ചെയ്യണം. വൈറ്റമിൻ B12 ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അയോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യാനും എനർജി ഉണ്ടാവണം, ഹോർമോണൽ ബാലൻസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യണത്. ഒരു മെൻറ്റൽ ക്ലാരിറ്റി, ലോഞ്ചിവിറ്റി, അതേപോലെ നമ്മുടെ റിക്കവറി, നമ്മുടെ സെൽസ് റീജനറേഷൻ, സെൽസ് റീഗ്രോത്ത്, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണത് നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് ആണ്. അപ്പം നമ്മൾ പറയുന്നുണ്ട് ഓക്സിഡേഷൻ കാരണം നമ്മുടെ സെൽസ് നശിച്ചു പോകണമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്സിഡേഷൻ നടക്കുന്നത് എന്തുകൊണ്ടിട്ട്? ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് വേണ്ട രീതിയിൽ ബോഡിയിൽ കിട്ടുന്നില്ല. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ഓരോ രീതിയിലുള്ള സെൽസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പല റീസൺസ്, അതായത് ഒരു 70% ഓഫ് ദ ഡിസീസസിൻ്റെ ഒരു റീസൺ ഈ ആൻറ്റി ഓക്സിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ആണ്. അതിനകത്ത് ഓക്സിഡേഷൻ, നമുക്കറിയാലോ, ഒരു ആപ്പിൾ മുറിച്ച് വെച്ചാൽ അതിനകത്തുനിന്ന് വരുന്ന ഓക്സിഡേഷൻ പോലെ നമ്മുടെ ശരീരത്തിലും വേണ്ട രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഇല്ലെങ്കിൽ ഈ ഓക്സിഡേഷൻ നടന്ന് പല രീതിയിലുള്ള നമ്മുടെ സെൽസ് നശിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വരുന്നൊരു പ്രോസസ്സാണ് ക്യാൻസർ. അപ്പോൾ പല അസുഖങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് ശരീരത്തിന് വേണ്ട ആൻറ്റി ഓക്സിഡൻസിനെയോ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസിനെയോ കിട്ടാണ്ടിരിക്കുമ്പോഴാണ്. നമ്മുടെ ശരീരത്തിൻ്റെ താളം തെറ്റി അത് വേറൊരു രോഗിയുടെ അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ ഫോമിലേക്കോ മാറിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും ഒരു ഫീലിംഗ് ഉണ്ട്, സപ്ലിമെൻറ്റ്സ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു മരുന്ന് കഴിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. മരുന്ന് ഡിസീസിനുള്ളതാണ്, അത് ഡിസ്ഈസ് എന്ന് പറയും. അതായത് നമ്മൾ ഈസ് അല്ലാണ്ട് ഒരിക്കലും നമ്മളെ നല്ല കംഫർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നം പറ്റി ഇപ്പോൾ ഡിസീസിലേക്ക് വന്നു, അതിന് നമ്മൾ മരുന്ന് കഴിക്കണം. സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു ഫങ്ഷൻ, ഒരു മെഷീൻ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണോ, അതിന് വേണ്ട ഫ്യൂവൽ എന്താണോ അത് കൊടുത്തുകൊണ്ടിരുന്നാലാണ് അത് കേടുപാടില്ലാണ്ട് ആ ഒരു മെഷീൻ വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു മെഷീനിൽ വേണ്ട ന്യൂട്രിയൻസ് ചെല്ലുമ്പോഴാണ് ശരിയായ രീതിയിലുള്ള ഒരു ഫങ്ഷനിങ് നടക്കുന്നത്. അല്ലെങ്കിൽ ഈ ഫങ്ഷനിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി വന്നാൽ നമ്മൾ അതിനെ സപ്ലിമെൻറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഇൻറ്റൻഷൻ ഈ മെഷീൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ട സപ്ലിമെൻറ്റ്സിനെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അത് ദ ബെസ്റ്റ് തിങ് ഇസ് ത്രൂ ദ ഫുഡ്. ആ ഡയറ്റ് പ്ലാനിനകത്തോ നമ്മുടെ മീൽ പ്ലേറ്റിനകത്തോ നമ്മുടെ പ്ലേറ്റിനകത്ത് നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ആണ് ഏറ്റവും നല്ലത്. അവിടെ കിട്ടിയില്ലെങ്കിൽ ദ നെക്സ്റ്റ് സോഴ്സ് ഇസ് സപ്ലിമെൻറ്റ്.
അപ്പോൾ സപ്ലിമെൻറ്റ് കഴിക്കുമ്പോൾ പലർക്കും ഒരു ധാരണയുണ്ട്, അയ്യോ ഇത് മരുന്നാണോ, മരുന്ന് പോലെ നമ്മൾ വെള്ളം ഒഴിച്ച് വായിലിട്ട് കഴിക്കുമ്പോൾ അവരുടെ ഒരു മരുന്നിൽ നിന്നുള്ളൊരു കൺസെപ്റ്റ് അവരുടെ തലയിൽ കയറുകയാണ്. അപ്പോൾ എന്ത് പറ്റും, ഇത് എപ്പോഴും കഴിക്കാമോ, നമ്മൾ ഭക്ഷണം എപ്പോഴും കഴിക്കുന്നതല്ലേ, ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടാത്തതിനെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ചില സംഭവങ്ങൾ 365 ദിവസവും നമുക്ക് ആവശ്യമുള്ള പലതും കിട്ടാണ്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ചിലത് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ഉണ്ട്, വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഉണ്ട്. സ്റ്റോർ ചെയ്യണതല്ലാണ്ട് ഡെയിലി വേണ്ടത് പലതും ഉണ്ട്. ഡെയിലി വേണ്ടതിനകത്ത് പലതും കിട്ടാണ്ട് വരുമ്പോൾ നമ്മളത് ഡെയിലി കഴിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യണതാണ്. അപ്പം മരുന്നെന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റി വയ്ക്കുക, സപ്ലിമെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റി രണ്ടും രണ്ടായിട്ട് ചിന്തിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ സപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു ഡൈനിങ് ടേബിളിനകത്തൊരു ഫുഡ് പോലെ കഴിക്കേണ്ടതാണ് നമ്മൾ. ഇവിടെ നമ്മൾ പേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തറ്റിക് സപ്ലിമെൻറ്റും നാച്ചുറൽ സോഴ്സിൽ നിന്നുള്ള സപ്ലിമെൻറ്റ്സും ഉണ്ട്. സിന്തറ്റിക് സപ്ലിമെൻ്റ് ആണ് നമ്മൾ ഈ പറയുന്നത്, അത് അധികം ദിവസം കഴിക്കാൻ പാടില്ല, കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണം. കാരണം ഇറ്റ് ഇസ് ഫോൺ ഫ്രം സിന്തറ്റിക്, അത് നമ്മുടെ ബോഡിയിൽ റെസിഡ്യൂ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കാനോ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് സിന്തറ്റിക് പറയുന്നത്. എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ സോഴ്സിൽ നിന്നുള്ള നാച്ചുറൽ സോഴ്സ് ക്യാപ്സ്യൂൾസോ നാച്ചുറൽ സോഴ്സിൽ നിന്നുള്ള സപ്ലിമെൻറ്റ്സോ സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും നമ്മുടെ ശരീരം നമ്മുടെ പ്രകൃതിയായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പൂർവികരായിട്ട് നമ്മുടെ ആൻസിസ്റ്റേഴ്സായിട്ട് കഴിച്ചുകൊണ്ടിരുന്നിരുന്ന പല ഹെർബ്സും അല്ലെങ്കിൽ പല ഭക്ഷണങ്ങളും അത് നമ്മുടെ ബോഡിയിലെ ജീനിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബോഡി റിലേറ്റ് ചെയ്യും നമ്മൾ നാച്ചുറൽ സോഴ്സിൽ നിന്ന് കഴിക്കുമ്പോൾ റാദർ ദാൻ സിന്തറ്റിക് സോഴ്സ്. നാച്ചുറൽ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഹോൾ ഫുഡ്സ്. ഹോൾ ഫുഡ്സിൽ നിന്ന് എടുക്കുന്നത്, ഹെർബ്സിൽ നിന്ന് എടുക്കുന്നത്, ഫെർമെൻറ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് എടുക്കുന്നതുണ്ട്. അത് ബയോ അവൈലബിൾ ആണ്, അതായത് ഈസിലി അബ്സോർബ്ഡ് ആണ്. അതൊക്കെ അത് വളരെ ജെൻറ്റിലാണ് ബോഡിയിൽ. ഓൾസോ ഇറ്റ് കംസ് വിത്ത് കോ ഫാക്ടേഴ്സ് ലൈക്ക് എൻസൈംസും ഫൈറ്റോ ന്യൂട്രിയൻസും അതിനകത്ത് ഉണ്ടാവാറുണ്ട് അറ്റ് എൻഹാൻസ് ദ ഫങ്ഷനിങ്സ്. സിന്തറ്റിക് സപ്ലിമെൻറ്റ്സ് എപ്പോഴും ഭയങ്കര ചീപ്പായിരിക്കും, അല്ലെങ്കിൽ കെമിക്കലി അതിനെ ഒരു നാച്ചുറൽ വൈറ്റമിൻ ആയിട്ട് മിമിക് ചെയ്ത് ഉണ്ടാക്കുന്ന പല സിന്തറ്റിക് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ദേ ഓഫൺ ലുക്ക് വെരി ചീപ്പ്. പല കോ ന്യൂട്രിയൻസിനെയും അത് മിസ്സിങ് ആയിരിക്കും, ഒരു പ്രോപ്പർ യൂസും അതിൻ്റെ കിട്ടിക്കൊള്ളണമെന്നില്ല. എപ്പോഴും നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ലേബിൾ ചെക്ക് ചെയ്യുക, അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കുക. നമ്മൾ പൈസ ചീപ്പായിട്ട് നോക്കുമ്പോൾ നമുക്ക് ചീപ്പായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കിട്ടും. അതാണ് നമ്മൾ കഴിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് ഹാംഫുള്ളായിട്ട് ബോഡിയിൽ വരണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലേബിൾ റീഡ് ചെയ്യുക, അതിൻ്റെ അത് ഹോൾ ഫുഡ് ബേസ്ഡ് ആണോ നോക്കുക, അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് ആണോ നോക്കുക, റെപ്യൂട്ടഡ് ബ്രാൻഡ്സ് ആണോ നോക്കുക, അത് വേണ്ട രീതിയിൽ ക്ലിനിക്കൽ ടെസ്റ്റിങ്സ് ഉണ്ടോ എന്ന് നോക്കുക, ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയേക്കുന്ന മെറ്റീരിയൽ അത് ഹാംഫുൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഹോൾ ന്യൂട്രിയൻറ്റ് ഫുഡ് എന്ന് പറയുന്നത് അതിനകത്ത് എല്ലാ ഘടകങ്ങളും വരും. ചിലപ്പോൾ ഒരു വൈറ്റമിൻ്റെ അബ്സോർപ്ഷന് വേറൊരു വൈറ്റമിൻ സപ്പോർട്ട് ചെയ്യണമായിരിക്കും, ഒരു മിനറലിൻ്റെ അബ്സോർപ്ഷന് വേറൊരു മിനറൽ സപ്പോർട്ട് ചെയ്യണതായിരിക്കും. ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്നിൻ്റെ ഡെഫിഷ്യൻസി കണ്ടു എന്ന് വെച്ച് നമ്മൾ അതുമാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡെഫിഷ്യൻസി ഉള്ള വൈറ്റമിൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ വേറൊരു വൈറ്റമിൻ്റെ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതൊരു ഓവറോൾ ഇതെല്ലാം കൂടെ ഒരു കണക്റ്റഡ് ആയ കാരണം ഒരു ഹെൽത്തി ഡയറ്റിൽ നിന്ന് ഒരു പ്രോപ്പർ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ന്യൂട്രിയൻ ഇൻടേക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് പലപ്പോഴും പല രീതിയിലുള്ള അസുഖങ്ങൾ എന്താ ഈ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ് അതിന് പലതിനും കാരണം. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഫുഡ് ഇസ് എ ഫസ്റ്റ് തിങ്. ഫുഡ് നല്ലൊരു മീൽ പ്ലാൻ അല്ലെങ്കിൽ നല്ലൊരു മീൽ പ്ലേറ്റ്, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ്, ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മീൽ പ്ലേറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സപ്ലിമെൻറ്റ് ഇസ് എ സ്മാർട്ട് ബാക്കപ്പ്. അതിനകത്തുള്ള പോരായ്മ നമ്മൾ സപ്ലിമെൻറ്റ് വഴി ബാക്കപ്പ് ചെയ്യണം. Staying well isn't about eating more. It's about absorbing better. അപ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങളുടെ ഫങ്ഷനിങ്ങിനും വേണ്ട ന്യൂട്രിയൻസ്, ഹാർട്ടിൻ്റെ ഫങ്ഷനിങ്, ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്, നെർവസ് സിസ്റ്റം പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ഉണ്ടാവാനായിട്ട്, നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷനിങ്ങിനായിട്ട്, നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷനിങ്ങിനായിട്ട് വേണ്ട ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നുണ്ടോ, അതോ ഇതെല്ലാം അതിനെ ഡാമേജ് ചെയ്യുന്നതാണോ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് നമ്മൾ കൊടുക്കണില്ലെങ്കിൽ ഇതെല്ലാം താഴ്മാറായി പോയിട്ടുണ്ടാകും. പിന്നെ അസുഖം വരുമ്പോൾ അതിനെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ഇസ് ഡിഫറെൻറ്റ് അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ അപ്പോഴും ഒന്നും ചെയ്യുന്നില്ല, വന്ന പ്രശ്നത്തിനുള്ള മരുന്നുകൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കൃത്യസമയത്ത് കൃത്യം പോലെ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ്. നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് ഈ ശരീരം എല്ലാ രീതിയിലും ഒരു ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് തന്നു.
അതിനെ നമ്മുടെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലായിട്ട്, ഒരു ആസിഡിക് നേച്ചറായിട്ടുള്ളൊരു ബോഡിയും ഒരു ന്യൂട്രിയൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബോഡിയാക്കി കുറേ അധികം അസുഖങ്ങളിലേക്ക് വന്ന് അവസാനം മരണം വന്ന് തിരിച്ച് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് പോകുമ്പോൾ ആ കിട്ടിയ ഒരു ബോഡിയെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ മുഴുവൻ നശിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് തിരിച്ചു അതിനെ കൊടുക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ഈ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള പോഷകങ്ങൾ കിട്ടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് വേണ്ട രീതിയിൽ ഇതിനെ പരിപാലിച്ച്, ആരോഗ്യമുള്ളവൻ്റെ ആരോഗ്യ പരിപാലനമാണ് നമ്മൾ ഓരോരുത്തരും നോക്കേണ്ടത്. അസുഖം വന്നിട്ട് അതിൻ്റെ പുറകെ പോവണേലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യ പരിപാലനമാണ് നമ്മളെല്ലാവരും ചെയ്യണേ. അതിന് ഈ സപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്യാപ്പ് ഫില്ലിങ്. യു ഹാവ് ടു ടേക്ക് ദ സപ്ലിമെൻറ്റ്സ് ഇഫ് നീഡഡ്. എല്ലാവരും ഒരു ഹെൽത്തി ഡയറ്റ് പാറ്റേണിലേക്ക് വരട്ടെ എന്നും ഒരു ഹെൽത്തി ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് എന്തൊക്കെ ടിപ്സുകളാണ് വേണ്ടതെന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിനകത്ത് പറയാവുന്നതാണ്. താങ്ക് യു.